ആവശ്യമായപ്പോൾ ബാങ്ക് വാതിലുകൾ പലർക്കും ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു. ഉയർന്ന പലിശയും കർശന നിബന്ധനകളും കാരണം സ്വപ്നങ്ങൾ പലപ്പോഴും വഴിമധ്യേ നിർത്തേണ്ടി വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ചിത്രം മാറുന്നു. കുറഞ്ഞ പലിശയിൽ സാധാരണക്കാർക്കും കർഷകർക്കും ചെറുകിട സംരംഭകർക്കുമായി കേന്ദ്ര സർക്കാർ പുതിയ അവസരങ്ങൾ തുറക്കുകയാണ്. സ്വയം തൊഴിലും സാമ്പത്തിക വളർച്ചയും ലക്ഷ്യമിട്ടെത്തുന്ന ഈ വായ്പാ പദ്ധതികൾ രാജ്യത്തിന്റെ സാമ്പത്തിക ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതകൾ ഏറെയാണ്. കാരണം ഇന്ന് കേന്ദ്ര സർക്കാർ വിവിധ മേഖലകളിൽ സാധാരണക്കാർക്കും കർഷകർക്കും ചെറുകിട സംരംഭകർക്കും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കുന്ന നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. സാമ്പത്തിക വളർച്ചയും സ്വയം തൊഴിലും പ്രോത്സാഹിപ്പിക്കാനാണ് ഈ പദ്ധതികൾ ലക്ഷ്യമിടുന്നത്. പല വായ്പകൾക്കും പലിശ സബ്സിഡിയും സർക്കാർ ഗ്യാരണ്ടിയും ലഭിക്കുന്നതിനാൽ ബാങ്കുകൾ വഴി എളുപ്പത്തിൽ വായ്പ നേടാനാകുന്ന സാഹചര്യം നിലവിലുണ്ട്. കർഷകർക്ക് വലിയ സഹായമായ കിസാൻ ക്രെഡിറ്റ് കാർഡ് അതായത് KCC പദ്ധതിയിലൂടെ കുറഞ്ഞ പലിശയിൽ വിളവെടുപ്പ് വായ്പ ലഭ്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ പലിശ സബ്സിഡി പദ്ധതിയുടെ ഭാഗമായി സാധാരണയായി 7% വരെ പലിശയുള്ള വായ്പ സമയത്ത് തിരിച്ചടച്ചാൽ ഏകദേശം 4% വരെ കുറയുന്ന രീതിയിലാണ് നൽകുന്നത്. ഇത് കൃഷി മേഖലയിൽ വലിയ ആശ്വാസമായി മാറിയിരിക്കുകയാണ്. കൂടാതെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രധാനമന്ത്രി മുദ്രാ യോജന വഴി 50,000 മുതൽ 20 ലക്ഷം വരെ വായ്പ ലഭ്യമാണ്. ചെറിയ ബിസിനസ്സുകൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും കോളറാറ്ററൽ ഇല്ലാത്ത വായ്പ ലഭ്യമാകുന്ന ഈ പദ്ധതി യുവ സംരംഭകരുടെ ഇടയിൽ കൂടുതൽ പ്രചാരം നേടുകയാണ്. സ്ത്രീകൾക്കും SC/ST സംരംഭകർക്കും പ്രത്യേക ആനുകൂല്യങ്ങളും ലഭ്യമാണ്. ചെറുകിട വ്യവസായങ്ങൾക്കും MSCM മേഖലയുമായി ക്രെഡിറ്റ് ഗ്യാരണ്ടി പദ്ധതികളും നിലവിലുണ്ട്. CGTMSE പോലുള്ള പദ്ധതികൾ വഴി സർക്കാർ ഗ്യാരണ്ടിയോടെ വലിയ വായ്പകൾ ബാങ്കുകൾ അനുവദിക്കുന്നതിനാൽ സംരംഭകർക്ക് സാമ്പത്തിക ബാധ്യത കുറയുന്നു. കൂടാതെ PM വിശ്വകർമ്മ, സ്റ്റാൻഡപ്പ് ഇന്ത്യ പോലുള്ള പദ്ധതികളും വിവിധ തൊഴിൽ മേഖലകളിൽ കുറഞ്ഞ പലിശയിൽ വായ്പ നൽകുന്നുണ്ട്. ഇതിനൊപ്പം റിസർവ് ബാങ്ക് പലിശ നിരക്കുകളിൽ മാറ്റം വരുന്നതും വായ്പാ പലിശ കുറയാൻ സഹായകമാകുന്ന ഘടകമാണ്. റെപ്പോ റേറ്റ് കുറയുമ്പോൾ വീട് വായ്പ, വാഹന വായ്പ, വ്യക്തിഗത വായ്പ എന്നിവയുടെ പലിശ നിരക്കുകളും കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അതിനാൽ അടുത്ത കാലത്ത് ബാങ്ക് വായ്പകൾ കൂടുതൽ ആകർഷകമാകുന്ന സാഹചര്യം വിദഗ്ധർ വിലയിരുത്തുന്നുമുണ്ട്. അതേസമയം വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെട്ട ബാങ്കുകളിലും ഔദ്യോഗിക സർക്കാർ വെബ്സൈറ്റുകളിലും പദ്ധതികളുടെ അർഹതാ മാനദണ്ഡങ്ങളും ആവശ്യമായ രേഖകളും വിശദമായി പരിശോധിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നുണ്ട്. ശരിയായ പദ്ധതി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം ലഭ്യമാക്കി വ്യക്തിഗതവും ബിസിനസ് വളർച്ചയും ഉറപ്പാക്കാം. കുറഞ്ഞ പലിശയിൽ ലഭിക്കുന്ന ഈ കേന്ദ്ര സർക്കാർ വായ്പകൾ സാമ്പത്തിക സഹായം മാത്രമല്ല, സാധാരണക്കാരുടെ സ്വപ്നങ്ങൾക്ക് പുതിയ ചിറകുകളാണ്. ശരിയായ പദ്ധതി തിരഞ്ഞെടുക്കുകയും ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കുകയും ചെയ്താൽ ചെറിയൊരാശയം പോലും വലിയൊരു വിജയകഥയായി മാറാൻ കഴിയും. അവസരം മുന്നിലാണ്. അത് പ്രയോജനപ്പെടുത്താൻ തയ്യാറാകുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ തീരുമാനം.